എല്ലാവർക്കും ടെക്നോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമി P1ഉം വിവോ T3 നമ്മൾ കമ്പാരിസൺ ആണ്. സോ റിയൽമി P1 എന്ന് പറഞ്ഞാൽ 15K അല്ല, ഒരു 16K ആ റേഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവോ T3 ആണ് കറക്റ്റ് 15K താഴെയാണ് വരുന്നത്. സോ ഇച്ചിരി പൈസ കൊടുത്ത് റിയൽമി എടുക്കണോ അല്ലെങ്കിൽ വിവോ T3 എടുക്കണോ എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി P1 8mm ആണ് തിക്നെസ് വരുന്നത്, 188 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്, IP54 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം വിവോ T3 ആണെങ്കിൽ 7.99mm ആണ് തിക്നെസ് വരുന്നത്, 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP64 റേറ്റിംഗ്, സൈഡ് മൗണ്ട് ഓഫ് ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഡിസൈനിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഭംഗിയിൽ ബെറ്റർ നിൽക്കുന്ന റിയൽമി P1 ആണ്. പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, നമ്മുടെ റിയൽമി 12ന്റെ ആ ഡിസൈനൊക്കെയാണ് വരുന്നത്. അതേസമയം ഡ്യൂറബിലിറ്റിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ നിൽക്കുന്നത് നമുക്ക് വിവോ T3 ആണ്, IP64 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ് ഏതെങ്കിലും എടുക്കാം നമുക്ക്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി P1 നമുക്കിവിടെ ഒരു 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ ഫ്ലാറ്റ് ആമോലെഡ് പാനലാണ് വരുന്നത്, 2000 നിറ്റ്സാണ് ബ്രൈറ്റ്നസ് വരുന്നത്. പ്രൊട്ടക്ഷൻ്റെ കാര്യം അങ്ങനെ അറിയില്ല, ചിലതിൽ പാൻറ്റ ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്, ചിലതിൽ പറയുന്നത് സ്ട്രെങ്ത്തിൻ്റെ ഗ്ലാസ് ഒക്കെയാണ് പറയുന്നത്. അതേസമയം വിവോ T3 ആണെങ്കിൽ നമുക്കൊരു 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് IPS പാനലാണ് വരുന്നത്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്, 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ്, പാൻറ്റ ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ഇവിടെ നമുക്കൊരു കോമ്പറ്റീഷനും ഇല്ല, റിയൽമിയാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്, കാരണം ആമോലെഡ് പാനലാണ് അവിടെ വരുന്നത്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, രണ്ടിലും 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമിയിലായിരിക്കും, കാരണം ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ആമോലെഡ് പാനൽ ആ എക്സ്പീരിയൻസ് ഇച്ചിരി ബെറ്റർ ആയിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി P1 മീഡിയടെക് ഡയമൻസിറ്റി 7050 ആണ്, 6nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോമ്പിനേഷൻ വരുന്നത് LPDDR4X UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്, ഹൈബ്രിഡ് സിം സ്ലോട്ടും വരുന്നുണ്ട്. അതേസമയം വിവോ T3 ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്, നമ്മുടെ സാംസങ്ങിൻ്റെ 4nm മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് വന്നേക്കുന്നത്. അതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോമ്പിനേഷൻ വരുന്നത് LPDDR4X RAM UFS 2.2 സ്റ്റോറേജും ആണ്, പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടും വരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്നാപ്ഡ്രാഗൺ 6 Gen 1 എഫിഷ്യൻ്റ് ആയിരിക്കും, കാരണം 4nm ആണ്, പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പ്രോസറിന് അത്ര സ്റ്റേബിൾ അല്ല. അതേസമയം 7050 ആണെങ്കിൽ ഇച്ചിരി സ്റ്റേബിൾ പ്രോസറാണ്, ഗെയിമിങ്ങിലാണെങ്കിൽ തന്നെ ഇച്ചിരി സ്റ്റേബിൾ ആയിട്ട് നിന്നോളും, അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ബെറ്ററായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് 7050 ആണ്, കാരണം ഇതിൻ്റെ ഒരു 6 Gen 1ൻ്റെ CPU ഒരു 90% പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ GPU ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഡയമൻസിറ്റി 7050യിലാണ്. സോ ഇവിടെ സ്കോർ ചെയ്യാൻ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടും. പിന്നെ സ്റ്റെബിലിറ്റിയിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് 7050 ആണ്. നമ്മൾ OSൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമി P1 വരുന്നത് റിയൽമി UI 5.0 ആണ്, ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്, 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് വരുന്നത്. അതേസമയം റിയൽമി നമ്മുടെ വിവോ T3 വരുന്നത് ഫൺ ടച്ച് OS 14ഉം ആൻഡ്രോയിഡ് 14 ആണ്, ഇവിടെയും സെയിം 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. റിയൽമി UI ചൂടി എന്താ പറയുക, ബ്ലോഡ് ബേഡ്സ് ഒക്കെ നേരത്തെക്കാളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എല്ലാം എന്താ പറയുക അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഹോട്ട് ഗെയിംസും ഹോട്ട് ആപ്സ് ഒക്കെ ചെറുതായിട്ട് പോയിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ക്ലീനർ ആയിട്ടുണ്ട്, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ് ഒപ്റ്റിമൈസേഷൻ്റെ കാര്യങ്ങളിലൊക്കെ. പിന്നെ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ റിയൽമി P1 നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 50 MP പ്രൈമറി സെൻസറാണ് വരുന്നത്, 2 MP ഡെപ്ത് വരുന്നുണ്ട്, മാക്സിമം നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി നമുക്കൊരു 16 MP ആണ് വരുന്നത്, പിന്നെ ഇവിടെ നമുക്ക് ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ വിവോ T3 ഇവിടെ നമുക്കൊരു പ്രൈമറി 50 MP f1.8 പ്രൈമറിയാണ് വരുന്നത്, പിന്നെ 2 MP ഡെപ്തും നമുക്കിതിന് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സെൽഫി ഇവിടെ നമുക്ക് 8 MP മാത്രമേ വരുന്നുള്ളൂ, 1080p 30 FPS. സോ അതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് എടുക്കുന്ന റിയൽമി P1 തന്നെയാണ്. ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, കാരണം റിയൽമിയുടെ നല്ല ഒപ്റ്റിമൈസേഷനാണ്, വിവോയുടെ നല്ല ഒപ്റ്റിമൈസേഷനാണ് വരുന്നത്. പക്ഷേ സെൽഫിയിൽ 8 MP കൊടുത്തുകൊണ്ട് തന്നെ ഒരു കോമ്പിനേഷൻ ഓവറോൾ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് എടുക്കുന്ന റിയൽമി ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി P1 5000 mAh ബാറ്ററിയാണ് വരുന്നത്, 45 വാട്ട്സ് ചാർജറും വരുന്നുണ്ട്. ബോക്സിൽ നമുക്കൊരു 7 മണിക്കൂറൊക്കെ SOT എന്തായാലും കിട്ടും. ഇപ്പോൾ അതേസമയം വിവോ T3 ആണെങ്കിൽ നമുക്ക് 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 44 വാട്ട്സ് ചാർജറും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 8 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. സോ ലാദർ ബാറ്ററിയും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ബാറ്ററിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് വിവോ T3 ആണ്. ഇനി കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിയൽമി P1 നമുക്ക് 9 5G ബാൻഡാണ് വരുന്നത്, Wi-Fi 5 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.2 ആണ്, USB Type-C 2.0യും ഹൈബ്രിഡ് സിം സ്ലോട്ടും വരുന്നുണ്ട്. അതേസമയം വിവോ T3 നമുക്ക് 8 5G ബാൻഡ്, Wi-Fi 5 ആണ് വരുന്നത്,
ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. USB Type-C 2.0 ഹൈബ്രിഡ് സിം സ്ലോട്ട്. സോ കണക്ടിവിറ്റി ഓൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമ്മൾ പ്രൈസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് റിയൽമിയുടെ ഫസ്റ്റ് നോക്കാം. റിയൽമി നമുക്ക് 3 വേരിയൻ്റ് ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് 6GB 128-ന് 15,999, പിന്നെ മിഡിൽ വേരിയൻറ്റ് 8GB 128-ന് 17,500, പിന്നെ ലാസ്റ്റ് വേരിയൻറ്റ് 8GB 256-ന് 18,999 ആണ്. അതേസമയം വിവോ T3X ആണെങ്കിൽ ബേസ് വേരിയൻറ്റ് 4GB ആണ് വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും എടുക്കരുത്, അത് എടുത്ത പണി കിട്ടും. 4GB 128-ന് 13,500 ആണ് വരുന്നത്. പിന്നെ 6GB 128-ന് 15,000, 8GB 128-ന് 16,500 ആണ്. സോ നമുക്കൊരു മിഡിൽ വേരിയൻറ്റ് വെച്ചെടുക്കാം. സോ നമുക്ക് മിഡിൽ വേരിയൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 8GB മിനിമം വേണം. ശരിക്കും പറഞ്ഞാൽ 2024 വരുമ്പോൾ 8GB 128-ൽ പ്രൈസ് വരുമ്പോൾ നമുക്ക് റിയൽമിയിൽ 17,500. നമ്മുടെ വിവോയിൽ ആ സമയത്താണെങ്കിൽ 8GB 128-ന് 16,500 വരും. സോ ഓൾമോസ്റ്റ് ഒരു 1000 രൂപ ഡിഫറൻസ് ആണ് വരുന്നത്. നമുക്ക് 1000 രൂപയ്ക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ബെറ്റർ ക്യാമറ കിട്ടുന്നുണ്ട്, UFS 3.1 സ്റ്റോറേജ് കിട്ടുന്നുണ്ട്, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടുന്നുണ്ട്. അതേസമയം വിവോയിൽ എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗർ ബാറ്ററി കിട്ടുന്നുണ്ട്, IP64 റേറ്റിംഗ് വരുന്നുണ്ട്, ബെറ്റർ CPU പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ മാത്രമേ വിവോയിൽ കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു 1000 രൂപ ബെറ്റർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ഡിസ്പ്ലേ കിട്ടും, ക്യാമറ പാനൽ കിട്ടും, നിങ്ങൾക്ക് ബെറ്റർ ക്യാമറ കിട്ടും, UFS 3.1 സ്റ്റോറേജ് കിട്ടും. കാരണം ലോഞ്ചിവിറ്റി കൂടും ഫോണിൻ്റെ. കുറേ നാൾ ഉപയോഗിച്ചാൽ അങ്ങനെ എന്താ പറയുക സ്ലോ ഡൗണോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരും. സോ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് ഒരു ചോയ്സ് ഞാൻ പറയുവാണെങ്കിൽ റിയൽമി തന്നെ ആയിരിക്കും. സോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ എന്ത് കൂടി ഇത്രയുള്ളൂ. എന്ത് കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.